നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിൽ മേരിലാൻഡിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അമേരിക്കയിലെ ജയിലുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ ചാപ്ലന്മാരെ അറ്റൻഡ് ചെയ്യുന്ന പതിവുണ്ട്. ഈ രോഗികളുടെ സ്പിരിച്വൽ നീഡ് അല്ലെങ്കിൽ ഈ തടവിൽ കിടക്കുന്നവരുടെ ആത്മീക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുക എന്നുള്ളതാണ് ഈ ചാപ്ലന്മാർ ചെയ്യുന്ന ഒരു ജോലി. അങ്ങനെ മേരിലാൻഡിലെ ഒരു കൗണ്ടിയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ചാപ്ലൈൻ ഇപ്പോൾ വോളണ്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഈ ചാപ്ലൈനുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ അമേരിക്കൻ ജയിലുകളിലോ ഇതുപോലെ ഹോസ്പിറ്റൽസിലോ ഒക്കെ ചാപ്ലൈന്മാരായിട്ട് വരുന്നത് ക്രൈസ്തവ വിശ്വാസമുള്ളവരാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ചാപ്ലൈൻ, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ അത് കോടതിയും കേസുമൊക്കെ ആയിട്ട് മാറി. കാരണം ഈ പറഞ്ഞ മേരിലാൻഡ് പ്രിൻസ് ജോർജ് കൗണ്ടി എന്ന് പറയുന്ന കൗണ്ടിയിലെ ജയിലിൽ ചാപ്ലൈൻ ആകണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ക്രിസ്തീയ വിശ്വാസം ഡിക്ലെയർ ചെയ്യണമെന്ന ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മുസ്ലിം ഇമാമാണ് ഇദ്ദേഹം അങ്ങനെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യാൻ വിസമ്മതിച്ചു. എന്നാൽ ക്രിസ്തീയ വിശ്വാസം ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ ജോലി ലഭിച്ചില്ല. പിന്നീട് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു സന്നദ്ധ സംഘടന, CAIR എന്ന് പറയുന്നൊരു സന്നദ്ധ സംഘടന, ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ മുസ്ലിംസിന് വേണ്ടിയുള്ള സിവിൽ റൈറ്റ്സിനൊക്കെ വാദിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഈ ഇമാമിന് വേണ്ടി കേസ് വാദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ കേസ് ഒരു ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഈ കൗണ്ടി ജയില് ഒരു കോൺട്രാക്റ്റിലായിരുന്നു അമേരിക്കയിലുള്ള ഒരു പ്രിസൺ മിനിസ്ട്രിയുമായിട്ട്. ആ പ്രിസൺ മിനിസ്ട്രി ഓഫ് അമേരിക്ക, ആ പ്രിസൺ മിനിസ്ട്രിക്കാർ ഈ ഒരു വ്യക്തിയെ മതത്തിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്ന പേരിലുള്ള കേസ് നടക്കുന്നത് കൊണ്ട് ഒരു ഒത്തുതീർപ്പ് എന്ന വിധത്തിൽ ഇപ്പോൾ ഏതാണ്ട് $2 ലക്ഷം അടുത്ത ഒരു തുക നഷ്ടപരിഹാരമായിട്ട് ഈ ഇമാമിന് കൊടുക്കാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്നു. ഇമാമിൻ്റെ പേര് ഡോക്ടർ എഡ്രീസ് ബ്രിഡ്ജസ് എന്നാണ്. ഇദ്ദേഹം ഈ ഡിവിനിറ്റിയിൽ മാസ്റ്റേഴ്സൊക്കെയുള്ള MD ഒക്കെയുള്ള ഒരാളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ചാപ്ലൈൻ്റെ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തു. എന്നാൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഈ പ്രിൻസ് ജോർജ് കൗണ്ടിയിലെ മേരിലാൻഡിലുള്ള ഈ കൗണ്ടിയിലെ ജയിലിൽ ആ ജയിൽ അധികൃതർ ഒരു ചാപ്ലൈൻ പോസ്റ്റുകളൊക്കെ പ്രിസൺ മിനിസ്ട്രി ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി ആ സംഘടനയുമായിട്ട് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി ആ സംഘടനയാണ് ഇവിടെ ചാപ്ലൈന്മാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്ലൈൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ സംഘടനയുടെ സ്റ്റാഫായിട്ട്, പ്രിസൺ മിനിസ്ട്രി ഓഫ് അമേരിക്കയുടെ സ്റ്റാഫായിട്ടാണ് അവിടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. ആ ഒരു സംഘടനയുടെ അണ്ടറിലായിരിക്കും. അവർ കൊടുത്ത ഒരു പ്രത്യേക വ്യവസ്ഥയാണ്, അതായത് പ്രിസൺ മിനിസ്ട്രി ഓഫ് അമേരിക്ക കൊടുത്തൊരു വ്യവസ്ഥയാണ് അവരുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഈ ഇമാമിന് വേണ്ടി വാദിച്ച ഈ കെയർ എന്ന് പറയുന്ന അമേരിക്കൻ ഇസ്ലാമിക് റൈറ്റ്സിന് വേണ്ടിയൊക്കെ വാദിക്കുന്ന സംഘടന വാദിച്ചത് ഇത് ഫസ്റ്റ് അമെൻഡ്മെൻറ്റ്, അതായത് അമേരിക്കയിലെ ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല, എല്ലാ മതക്കാർക്കുമുള്ള ഫ്രീഡത്തെക്കുറിച്ചുള്ള അമെൻമെൻറ്റാണ്. ആ ഒരു അമെൻമെൻറ്റ് ഭരണഘടനയിലുള്ള ആദ്യത്തെ ഭേദഗതി തന്നെ ലംഘിക്കുന്ന ഒരു നടപടിയാണിത്. ചാപ്ലൈനാകുവാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ ആളാകണം എന്നില്ല. കാരണം ജയിലിൽ ഒരു മതക്കാരല്ലല്ലോ, എല്ലാ മതക്കാരും ജയിലിലുണ്ടാകുമല്ലോ. അതുകൊണ്ട് ക്രിസ്ത്യൻസിന് മാത്രമേ ചാപ്ലൈനാകാൻ പാടുള്ളൂ എന്നത് ഡിസ്ക്രിമിനേഷനാണ് എന്ന വിധത്തിൽ അവർ കോർട്ടിൽ വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും കോർട്ടിൻ്റെ വിധി വരുന്നതിന് മുമ്പ് ഈ ഒരു അമേരിക്കൻ പ്രിസൺ മിനിസ്ട്രിയുമായിട്ട് ഈ കെയർ, കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഒരു ഒത്തുതീർപ്പിലെത്തി. അങ്ങനെ ഈ ഒരു ഇമാമിന് ഏതാണ്ട് $2 ലക്ഷത്തോളം അടുത്ത തുക, $195,000 കൊടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു നേട്ടമായിട്ടാണ് കെയർ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ഇമാം വന്നിരിക്കുന്നു. ഓൾറെഡി ഈ എഡ്രീസ് ബ്രിഡ്ജസ് എന്ന് പറയുന്ന ഈ ഇമാം ഇപ്പോൾ തന്നെ ആ ഒരു കൗണ്ടിയിലെ പ്രിൻസ് ജോർജ് കൗണ്ടി ജയിലിൽ ഇമാമായിട്ട് അദ്ദേഹം
സ്വമേധയാ വോളണ്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ ഒരു സംഘടന, കെയർ എന്ന് പറയുന്ന സംഘടനയൊക്കെ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ മറുഭാഗത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത്, ക്രൈസ്തവ രാജ്യമെന്നറിയപ്പെടുന്ന രാജ്യത്ത് ഉണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭരണഘടനയുടെ അവകാശങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യൻ രാജ്യം എന്ന ഒരു ലേബലിൽ അറിയപ്പെട്ട അമേരിക്കയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണിത് എന്നത് ഈ വലതുപക്ഷ ചിന്താഗതിയുള്ള ക്രിസ്ത്യാനികൾക്ക് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.